എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനമായിട്ടിരുന്നോളൂ, കുഴപ്പമില്ല. നമ്മൾ രാവിലെ മുതൽ ഓരോ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് അല്പം കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളൊക്കെ ആയിട്ടിരിക്കണ നേരാണല്ലേ. അപ്പൊ ചെറുതായിട്ടൊരു ഉറക്കക്ഷീണൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ വളരെ ആത്മാവിൽ ജ്വലിച്ചിരിക്കണ ആളുകളായതുകൊണ്ട് ഉറക്കത്തിന്റെ ആത്മാവ് അടുത്തൊന്നും നിങ്ങളെ ആക്രമിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോ ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറയണത് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും കുറേ പേർക്ക് പരിചിതനും എന്നാൽ കുറേ പേർക്ക് പരിചിതനല്ലാത്തതുമായ ഒരു വൈദികനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ വൈദികൻ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ ശ്രേഷ്ഠ വൈദികനാണ്. ഒപ്പം ഞാൻ അംഗമായിരിക്കുന്ന ചാരിറ്റി കോൺഗ്രിഗേഷന്റെ സ്ഥാപകനും കൂടെയാണ്. അപ്പൊ ഈ വൈദികനെ എന്തിന് ഞാൻ ഈ കുന്നംകുളം ഗുഡ്ഷപ്പേഡ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് പരിചയപ്പെടുത്തണമെന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും. അപ്പം അച്ഛൻ പറഞ്ഞുവല്ലോ, ഗുഡ്ഷപ്പേഡ് ആശ്രമം മുതലാണ് ചൊവ്വന്നൂർ ഇടവക തുടങ്ങണേന്ന്. അപ്പൊ ചൊവ്വന്നൂർ ഇടവകയുടെ കുന്നംകുളം ഇടവകയും തമ്മിലുള്ള അതിർത്തിയാണ് ഗുഡ്ഷപ്പേഡ് ആശ്രമം. അപ്പോ ഈ ഗുഡ്ഷപ്പേഡ് ആശ്രമം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇടവകയില് അന്ത്യവിശ്രമം കൊള്ളുന്ന കത്തോലിക്ക തിരുസഭയിലെ ഒരു ധന്യനായ വൈദികനെ നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട രഞ്ജിത്തച്ഛൻ പറഞ്ഞു. അപ്പൊ അതെന്റെ കർത്തവ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മാമോദീസ ജലം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ഒരു വൈദികന്റെ കരസ്പർശനം ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് മാമോദീസ തരുന്നത് ആരാ? വൈദികരല്ലേ. അപ്പോ നമ്മളുടെ ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവപുത്രനായിട്ട് തുടങ്ങി ദൈവപുത്രനായിട്ട് മരിക്കുന്നത് വരെയും ആരുടെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും? വൈദികരുടെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോ നമ്മുടെ ജീവിതമായിട്ട് നിത്യമെന്നോണം ബന്ധപ്പെട്ട് കിടക്കുന്ന വൈദികർക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കാൻ കൂടെ കടപ്പെട്ടിരിക്കുന്നവരാണ് വൈദികര്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നി. അപ്പോൾ ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ, എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം? ഒന്ന് കൈവന്തിക്കാവോ? കുറച്ചധികം പേർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പൊ എനിക്ക് വളരെ സന്തോഷം. കാരണം എന്നറിയാം, അവരിൽ പലരും ഞാൻ അംഗമായിരിക്കുന്ന ചൊവ്വന്നൂര് ഇടവക്കാർ തന്നെ ആയതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ആളുകളും അറിയാത്തവരായിട്ടിരിക്കുന്നുണ്ട്. ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ഇടവക നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ പറപ്പൂര് ഇടവകയാണ്. പറപ്പൂര് ഇടവകയിലെ ഊക്കൻ അന്തപ്പന്റെയും തൊയക്കാവ് ചാലക്കൽ അന്നമ്മയുടെയും രണ്ടാമത്തെ മകനായിട്ട് 1880 ഡിസംബർ 19 ഊക്കനച്ചൻ ജനിക്കണത്. ഊക്കനച്ചൻ ജനിക്കുമ്പോൾ രണ്ടാമത്തെ മകനായിട്ടാണ് ജനിക്കുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. പക്ഷേ ആ കൊച്ച് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. 1880 കാലഘട്ടങ്ങളാണ്. ഒരു പക്ഷെ നമ്മിൽ പലരും ആ കാലം കണ്ടിട്ട് പോലും ഇല്ല. അപ്പോ ആ കാലഘട്ടങ്ങളിലൊക്കെ ശിശുമരണ നിരക്കുകളൊക്കെ വളരെ അധികമായതുകൊണ്ട് ഈ മൂത്ത മകന്റെ വേർപാടില് ദൈവം ആ മാതാപിതാക്കളെ സഹായിച്ചു നൽകിയതാണ് ഊക്കനച്ചൻ എന്ന് പറയുന്ന ഈ കൊച്ചു കുഞ്ഞിനെ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഊക്കനച്ചന് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മരിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ മരിച്ചതോടുകൂടെ ഈ അപ്പന്റെ സംരക്ഷണയിൽ വളരാനായിട്ട് ഈ ശിശുവായ ഊക്കനച്ചന് ദൈവം അനുവദിക്കുക ചെയ്യുന്നത്. 6 വയസ്സ് വരെ അവൻ അപ്പന്റെ സംരക്ഷണയിൽ ജീവിച്ചു. 6 വയസ്സായപ്പോൾ ഊക്കനച്ചന്റെ അപ്പനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ കേവലം 2.5 വയസ്സിൽ അമ്മയും 6 വയസ്സിൽ അപ്പനും മരിച്ച ഒരു കൊച്ചു കുഞ്ഞ് ഈ ലോകത്തിൽ തീർത്തും ഒരു അനാഥനായിട്ട് മാറി.
നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടും ഒരു ഏകാന്തത, അല്ലേ? പലപ്പോഴും നമുക്ക് തോന്നും എന്നെ മനസ്സിലാക്കാൻ, എന്നെ അറിയാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സംസാരിക്കാനൊന്നും ഈ ഭൂമിയിൽ ആരുമില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിന് സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്നൊരവസ്ഥ. പക്ഷെ ദൈവത്തിന് അനന്തമായ അറിവുകൾ, അനന്തമായ കൃപകൾ, കരുണയൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ നേരെയുണ്ട്. പക്ഷെ അതെല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് എപ്പോഴും സാധിച്ചൊന്നും വരില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കാതെ നമ്മൾ എന്തിൻ്റെയൊക്കെ പുറകെ പായുമ്പോഴാണ് നമുക്ക് അവിടുത്തെ തിരിച്ചറിയാൻ പറ്റാത്തത്. പക്ഷേ ഊക്കനച്ഛൻ്റെ ഈ ചെറുപ്രായത്തിൽ ഈ കൊച്ചു കുഞ്ഞിന് തനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഊക്കനച്ഛൻ അതിനെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ പാകത്തില് ആ കൊച്ചു കുഞ്ഞിനെ ദൈവം വളർത്തി. അതിൻ്റെ ഫലമെന്നോണം അപ്പൻ്റെ പെങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? അമ്മായി, അല്ലേ? അമ്മായിയുടെ സംരക്ഷണയിൽ പിന്നീട് പറപ്പൂര് ഊക്കനച്ഛൻ താമസിക്കാൻ ഇടവന്നു. 3-ാം ക്ലാസ് വരെ ഊക്കനച്ഛനെ പറപ്പൂര് അമ്മായി പഠിപ്പിച്ചു, നമ്മുടെ സെന്റ് ജോൺസ് LP സ്കൂളിൽ. 3-ാം ക്ലാസ് പഠനം പൂർത്തിയായപ്പോൾ ഊക്കനച്ഛൻ്റെ TC വാങ്ങി. എന്തിനാ TC വാങ്ങുക നമ്മളൊക്കെ സാധാരണ? വേറൊരു സ്കൂളിൽ ചെന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മളിപ്പോൾ 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയൊക്കെയാണ് TC വാങ്ങുക. അല്ലെങ്കിൽ നമ്മളുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ജോലി പ്രമാണിച്ച് വേറൊരു സ്കൂളിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിലാണ് TC വാങ്ങുക. പക്ഷേ ഊക്കനച്ഛന് TC വാങ്ങിയത് കാരണം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി TC വാങ്ങുന്നത്. ഗാർഹിക ആവശ്യം. ഒരു 6, 7, 8 വയസ്സുകാരൻ കൊച്ചിൻ്റെ ഗാർഹിക ആവശ്യങ്ങൾ എന്തായിരിക്കും? ഇത്രയും പ്രായമുള്ള നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾ എന്താ? നമ്മുടെ കുടുംബത്തിന് വേണ്ട അന്നന്ന് അപ്പം കണ്ടെത്തുക, അതാണ് നമ്മുടെ ഗാർഹിക ആവശ്യം. അപ്പൊ 8 വയസ്സുള്ള കൊച്ചിന്റെ ഗാർഹിക ആവശ്യമായിട്ട് എഴുതിയിരിക്കണത് എന്താണെന്ന് വെച്ചാൽ, വീട്ടുജോലികളിൽ അമ്മായിയെ സഹായിക്കുക, കന്നുകാലികളെ മേയിക്കുക, ചാണകം പെറുക്കിക്കൊണ്ടുവന്ന് തീ കത്തിക്കാനായിട്ട് ഏൽപ്പിക്കുക. ഈ കാര്യങ്ങൾക്ക് വേണ്ടി കേവലം 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ പഠനം നിലയ്ക്കുകയാണ്. അതോടുകൂടി തന്നെ ഊക്കനച്ഛന് മനസ്സിലായി, ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരു അടിമയെ പോലെ, അല്ലേ? നമുക്കത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറെ ഫിലിമുകളിൽ, പിന്നെ ഡോക്യുമെന്ററികളിലൊക്കെ പലരുടെയും ജീവിതങ്ങൾ കണ്ടവരാ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുന്ന കുറെ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു വൈദികൻ ഇതുപോലെ ആയിരുന്നോ എന്ന് ചിലപ്പോൾ നമ്മിൽ പലരും ആദ്യമായിട്ടായിരിക്കും തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന്റെ ജീവിതം പിന്നീട് അങ്ങ് ഓരോ ദിവസം ചെല്ലും തോറും ദുസ്സഹമായി തീരുകയാണ്. ആ കാലഘട്ടങ്ങളിൽ തന്നെ ഒരു സംഭവം ഊക്കനച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിലൊരു കല്യാണം നടക്കുക. അപ്പൊ അപ്പനമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയുടെ വസ്ത്രം, പ്രത്യേകിച്ചും ആ കാലഘട്ടങ്ങളിൽ, ഒരു തോർത്തുമുണ്ട് മാത്രമായിരുന്നു. ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്തിട്ടാണ് അവൻ ഈ കന്നുകാലികളെ മേയ്ക്കാനും വീട്ടുജോലികളിൽ അമ്മായിയെ സഹായിക്കാനും അതുപോലെ ചാണകമൊക്കെ പെറുക്കി കൊണ്ടുവരുവാനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തുള്ള ബന്ധുവീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഊക്കനച്ഛനെ പ്രേരിപ്പിച്ച ഒരു ഘടകം വിശപ്പായിരുന്നു. കാരണം അവൻ നോക്കുമ്പോൾ ആ കല്യാണ വീട്ടിൽ നിന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട്, എന്തോ സംതിങ് സ്പെഷ്യൽ അവിടെ ഇന്ന് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഊക്കനച്ഛനും അവിടേക്കൊന്ന് ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മുടെ നാടുകളിലെ കല്യാണം നടക്കുമ്പോഴെങ്ങനെയാ? എവിടെ ഇരുന്നാ നമ്മൾ ഭക്ഷണം കഴിക്കുക? മേശപ്പുറത്താണോ? അല്ല, താഴെയാണ്, അല്ലേ? താഴെ ഇങ്ങനെ പായൊക്കെ വിരിച്ച് ഇലയൊക്കെ വെട്ടി അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, വസ്തുക്കളൊക്കെ അവർ വിളമ്പി തന്ന് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോട് എഴുന്നേറ്റ് പോരും. അപ്പൊ ഈ കൊച്ചു കുഞ്ഞ് 8 വയസ്സുകാരൻ പയ്യൻ അതുപോലെ പോയിരുന്നു. അവന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ ചോറ് വിളമ്പി, അടുത്തത് വിളമ്പാൻ വന്ന ആൾ ഇവനെ തിരിച്ചറിഞ്ഞു. നോക്കുമ്പോൾ ഇവന്റെ ഒരു ബന്ധുവാണ്. ഉടനെ തന്നെ അവന്റെ ഷർട്ടിൽ എന്താ പറയാ, കാതിൽ പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചു.
എന്നിട്ട് പറഞ്ഞു, നീ എവിടെയേ വന്നിരിക്കണേന്ന് നിനക്ക് വല്ല വിവരമുണ്ടോ? ഇറങ്ങിപ്പോടാ, ഞങ്ങളുടെ മാനം കളയാതെ. അപ്പൊ ഈ 8 വയസ്സുകാരൻ പയ്യൻ അവിടെ നിന്ന് കരഞ്ഞിറങ്ങി പോരുന്നുണ്ട്. അവന്റെ കരച്ചിൽ അവനെ ഇറക്കി വിട്ടാലൊന്നല്ല, വിളമ്പിയ ചോറ് കഴിക്കാൻ പറ്റാത്ത സങ്കടത്തിന്റെ ഒരു കരച്ചിലായിരുന്നു. ആ കരച്ചിലോടുകൂടെ അവൻ ഇറങ്ങിപ്പോന്നു. പക്ഷെ പിന്നീട് സ്ഥാപക ഊക്കനച്ഛൻ ഇങ്ങനെയാണ് തന്റെ ഡയറിയിൽ എഴുതി വെക്കുന്നത്: ദൈവപിതാവ് എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന കല്യാണ വിരുന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോകാതെ ഇരിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും ഒരു വിരുന്ന് സ്വർഗീയ പിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ ഭൂമിയിലെ ജീവിതാവസാനത്തിന് ശേഷം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ വിരുന്ന് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ഭൂമിയിലെ ഇന്നത്തെ ജീവിതം വഴി. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഊക്കനച്ഛൻ പിന്നീട് ഡയറിയിൽ ഇപ്രകാരം എഴുതിയത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന ഊക്കനച്ഛൻ നേരെ പറപ്പൂര് പള്ളിയിൽ പോയി കുറെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധമ്മയുടെ രൂപത്തിന് മുമ്പിൽ നിന്ന്. എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ടല്ലേ, അപ്പനില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് ഇടവന്നത്. എന്നിട്ടും ആരെയും സങ്കടപ്പെടുത്താതെ ആർക്കെതിരെയും പറയാതെ ഊക്കനച്ഛൻ പറയുകയാണ്, അമ്മേ അങ്ങ് എൻ്റെ അമ്മയായിരിക്കണേ എന്ന്. ഈശോയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണേ, എൻ്റെ കൂട്ടായിരിക്കണേന്ന്. ഔസേപ്പ് പിതാവിനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ രക്ഷാകർത്താവായിട്ട് കൂടെ ഉണ്ടാകണേന്ന്. ഈ കൊച്ചു കുഞ്ഞിന്റെ പിന്നീടുള്ള പ്രാർത്ഥനകളും പിന്നീടുള്ള ദിവസങ്ങളിലെ രീതികളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ പറപ്പൂര് പള്ളി വികാരി അച്ഛൻ എന്നാ ചെയ്തതെന്ന് വെച്ചാല്, പറപ്പൂര് പള്ളിമേടയിൽ താമസിപ്പിക്കുക ചെയ്തത്. പറപ്പൂരുകാര് പറയണത് ഇപ്രകാരാണ്: ഒരു പട്ടം പോലും കിട്ടാതെ ഞങ്ങളുടെ പള്ളിമേടയിൽ താമസിക്കാൻ ഇടവന്ന ഒരച്ഛനായിരുന്നു ആര്? ഊക്കനച്ഛൻ. അപ്പൊ പിന്നീടുള്ളൊരു 2 വർഷത്തോളം പറപ്പൂര് പള്ളിയിലെ വികാരിയച്ഛന്റെ കീഴിൽ അദ്ദേഹം താമസിക്കാൻ ഇടവന്നപ്പോൾ അന്നത്തെ നമ്മുടെ വികാരി അപ്പസ്തോലിക, ഇന്നാണ് നമുക്ക് സീറോ മലബാർ സഭയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തോ ഓരോ സഭാ സമൂഹങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് കാലത്ത് കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി 2 വികാരിയാത്തുകളുള്ളൂ, കോട്ടയവും തൃശ്ശൂരും. അപ്പൊ തൃശ്ശൂര് വികാരിയാത്തിന്റെ പ്രഥമ അപ്പസ്തോലിക ഒരു യൂറോപ്യൻ വൈദികനാണ്, മെഡലിക്കോട്ട് തിരുമേനി. അദ്ദേഹം ഇടവക സന്ദർശനത്തിനായിട്ട് ആ കാലഘട്ടത്തിൽ പറപ്പൂര് പള്ളിയിൽ വരുമ്പോ വികാരിയച്ഛന്റെ കൂടെ ആരെ കാണുന്നു? ഒരു കൊച്ച് കുട്ടിയെ കാണുന്നു. ഇന്നായാലും ഒരു പിതാവ് ഇടവക സന്ദർശനത്തിനായിട്ട് വികാരിയച്ഛന്റെ അടുത്ത് നമ്മുടെ ഇടവകയിൽ വരുമ്പോ വികാരിയച്ഛന്റെ കൂടെ ഒരു കൊച്ചിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിതാവിന്റെ കണ്ണ് നല്ല ബൾബ് പോലെ കത്തും അല്ലേ? എന്താണ് ഇതിന്റെ കാരണം എന്ന് പിതാവ് ചോദിക്കൂ അല്ലേ? അതുപോലെ തന്നെ മെഡലിക്കോട്ട് തിരുമേനി ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഊക്കനച്ഛൻ ഇങ്ങനെയുള്ളൊരു കൊച്ചാണ്, എന്നാൽ അതേസമയം വളരെ ഭക്തിയും പ്രാർത്ഥനയിൽ വളരെ താല്പര്യവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ അതിയായ ആഗ്രഹവും ഒപ്പം ഇടവക കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു കൊച്ചാശാനാണെന്നൊക്കെ മനസ്സിലായപ്പോഴും അതോടുകൂടെ വികാരിയച്ഛന്റെ നല്ല സപ്പോർട്ട് നൽകിയതോടുകൂടെ തിരുമേനി തൃശ്ശൂർക്ക് തിരിച്ചു പോയത് ഈ കൊച്ചു കുഞ്ഞിനെ കൂടെയാണ്. നോക്കിയേ, ദൈവപരിപാലനയുടെ വഴികള് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് തൃശ്ശൂർക്ക് പോയ വികാരി ഈ നമ്മുടെ മെഡലിക്കോട്ട് തിരുമേനി ഇദ്ദേഹത്തെ സെന്റ് തോമസ് സ്കൂളില് വിട്ട് 7ഉം 8ഉം ക്ലാസ്സുകള് പഠിപ്പിച്ചു. അപ്പോ ഈ ഭൂമിയിൽ ആരും ഇല്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി വലിയ പരിപാടികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഓരോ കാലഘട്ടത്തിലും അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അവിടെ 7ഉം 8ഉം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് മെഡലിക്കോട്ട് തിരുമേനി മരിക്കുകയും തുടർന്ന് ജോൺ മേനാച്ചേരി എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂർക്കാരൻ തന്നെയായ ഒരു പിതാവ് അടുത്ത വികാരി അപ്പസ്തോലികയായിട്ട് സ്ഥാനമേൽക്കുകയും ചെയ്യുന്നു. കാലഘട്ടങ്ങൾ നീങ്ങും തോറും ഊക്കനച്ഛൻ ഏകദേശം ഒരു 17 വയസ്സ് പ്രായം, 1898 കാലഘട്ടം. ഊക്കനച്ഛന്റെ ഈ 8ാം ക്ലാസ്സിലെ പഠനം കഴിയുന്നു. ജോൺ മേനാച്ചേരി തിരുമേനിയുടെ അധ്യക്ഷതയിൽ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ വൈദികർ പുതിയ വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഉപരിപഠനത്തിനായിട്ട് അയക്കാനുള്ള തീരുമാനങ്ങൾ വന്നപ്പോൾ അവരെ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ ഒരു പേരാണ് ജോൺ ഊക്കൻ എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിലേക്ക് വൈദികനാവാനായിട്ട് പഠിപ്പിക്കാൻ വിട്ടാലോ എന്ന്.
ആരും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് പോലും ഒരു അനാഥനാണെങ്കിൽ നമ്മളെല്ലാവരെയും പിൻനിരയിലേക്ക് മാറ്റി നിർത്തുന്നു എങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാലും ദൈവത്തിന്റെ കരം ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അധികാരികൾക്ക് ദൈവം വെളിപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ 1898 ഊക്കനച്ചൻ ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെ വരണം? നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കണം. ഈവൻ ഇന്നത്തെ കാലത്ത് പോലും സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാം വിറ്റിട്ടാണോ ഈശോയെ അനുഗമിക്കുന്നതെന്ന് ചങ്കില് കൈവച്ച് പറയാൻ എനിക്കിത്തിരി ജാള്യതയുണ്ട്. ആ കാലഘട്ടത്തിൽ ഊക്കനച്ചന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പനമ്മയും ഓൾറെഡി മരിച്ചുപോയി. മരിക്കാൻ കിടക്കുന്ന നേരത്ത് അപ്പൻ അദ്ദേഹത്തിന്റെ പുരയിടത്തിന്റെ ആധാരവും പണപ്പെട്ടിയുടെ താക്കോലാണ് ഈ 6 വയസ്സുകാരൻ പയ്യന് കൊടുത്തത്. അതെന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത പ്രായത്തില് ഈ 17 വയസ്സുകാരൻ പയ്യൻ എന്താ ചെയ്തെന്നറിയാം? തനിക്കുണ്ടായിരുന്ന പറപ്പൂരിടവകയിലെ പുരയിടം മുഴുവനും വിറ്റു. ഡോക്യുമെന്റുകളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിറ്റ് കെട്ടിയ 350 ഉറുപ്പിക. ഇന്നലെ നമ്മൾ രൂപ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്, പണ്ട് ഉറുപ്പിക എന്നൊക്കെ പറയാം. 350 ഉറുപ്പികയാണ് ആ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഊക്കനച്ചന് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ആ 350 ഉറുപ്പികയായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന് അപ്പുറം കിടക്കുന്ന ശ്രീലങ്കയിലേക്ക് ഇദ്ദേഹം വൈദിക പഠനത്തിനായിട്ട് പോകുന്നത്. ഈശോ പറഞ്ഞ ആ കാര്യം അതേപടി സ്വീകരിച്ചുകൊണ്ട് എത്ര പേർക്ക് ഈ ചങ്കൂറ്റുണ്ടായിരിക്കും? എനിക്കിപ്പോഴും കൈവച്ച് പറയാൻ പറ്റുമെന്നുള്ളത് കർത്താവിന്റെ മുമ്പിൽ ഞാൻ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ തനിക്കുണ്ടായിരുന്ന മുഴുവനും വിറ്റ് ഈശോയെ അനുഗമിക്കാനായിട്ടുള്ള വലിയ പുറപ്പാടില് 1898 ഏപ്രിൽ 17 ഊക്കനച്ചൻ കാൻഡി സെമിനാരിയുടെ പടികൾ ചവിട്ടിക്കയറി. പിന്നീട് അവിടുന്ന് 1907 വരെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഒരിക്കൽ പോലും ഊക്കനച്ചന് സ്വന്തം നാട്ടിലേക്ക് വരാനോ നാട്ടിലുള്ള ബന്ധുക്കളെ കാണാനോ ഒന്നും യാതൊരു സാധ്യതകളും ഇല്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ നമുക്ക് യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണത്. എന്നിരുന്നാലും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഈശോയെ അറിഞ്ഞ് ഈശോയുടെ പ്രിയ വൈദികനായിട്ട് മാറണം എന്നുള്ള വലിയ ആഗ്രഹത്താല് ഊക്കനച്ചൻ പഠിച്ചു. പക്ഷെ 1907 തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് മുൻപുള്ള ധ്യാനത്തില് ഊക്കനച്ചൻ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉടലെടുത്തു. ഇതായിരുന്നു ചിന്ത: ഞാനൊരു വൈദികനായിട്ട് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുകയാണ്. എവിടേക്ക്? തൃശ്ശൂർക്ക്. എന്നെ അറിയുന്നവര് ആരുമില്ലാത്തൊരു നാട്. എനിക്ക് ബന്ധുക്കളെന്ന് പറയാനുള്ളവര് അവർക്ക് എന്നെയോ എനിക്ക് അവരെയോ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. പിന്നെ അപ്പനുമില്ല അമ്മയുമില്ല സഹോദരങ്ങളും ഒന്നുമില്ല. പിന്നെ ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചു കൊണ്ടുള്ളൊരു വിഷമം. അപ്പോഴ് ഉടനെ തന്നെ ഊക്കനച്ചന് ഉള്ളിൽ തോന്നുകയാണ്, ഇത്ര നാളും എന്നെ വളർത്തിയ ദൈവം എനിക്കൊന്നും നിഷേധിച്ചിട്ടില്ല. പിന്നെ ഈശോയുടെ പ്രതിപുരുഷനായിട്ട് ഞാൻ ഒരുങ്ങാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ നേരത്ത് എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ചിന്ത? ഉടനെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ അടുത്ത് ചെന്ന് പോയിട്ട് ഊക്കനച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയെ, അങ്ങയുടെ കത്തിയെരിയുന്ന തിരുഹൃദയത്തിന്റെ വിശുദ്ധനായ ഒരു വൈദികനാക്കി എന്നെ മാറ്റണേ എന്ന്. പരിശുദ്ധമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആ നീല കാപ്പയുടെ കീഴിൽ എന്നെ എന്നും ചേർത്ത് പിടിച്ച് നിന്റെ തിരുക്കുമാരനെ പോലെ വളർത്തണയെന്ന്. അങ്ങനെ 1907 ഡിസംബർ 21 കാൻഡിയിലെ സെമിനാരി ചാപ്പലിൽ വെച്ച് അദ്ദേഹത്തിന് കാൻഡി മെത്രാൻ തിരുപ്പട്ടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വൈദികനായിട്ട് അദ്ദേഹം മാറുന്നു. പിറ്റേ ദിവസം അവിടുത്തെ പള്ളിയിലെ ആദ്യത്തെ വിശുദ്ധ ബലി അർപ്പണം എല്ലാം കഴിഞ്ഞ് നീണ്ട 10-11 വർഷത്തെ കാൻഡി ജീവിതത്തിന് ശേഷം ഊക്കനച്ചൻ തൃശ്ശൂർക്ക് പോരുന്നു. ഏകദേശം 1 മാസത്തോളം കപ്പലില് കടൽ യാത്ര ചെയ്തിട്ടാണ് നാട്ടില് ഊക്കനച്ചൻ തിരിച്ചു വരുന്നത്. തൃശ്ശൂർ എത്തിയ ഉടനെ തന്നെ ഊക്കനച്ചൻ എന്നത് ജോൺ മേനാച്ചേരി പിതാവിനെ കണ്ട് ആശീർവാദം വാങ്ങി തൻ്റെ ഇടവകയായ പറപ്പൂര് പള്ളിയിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആരും അറിയില്ല. എന്നിരുന്നാലും ആ കാലഘട്ടത്തിലെ കൈക്കാരനെ തേടി പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഇടവകക്കാരനാണ്, ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് പഠിക്കാൻ പോയവനാണ്, എനിക്ക് ഒരാൾ എവിടെയുണ്ടെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഊക്കനച്ചൻ അന്വേഷിച്ചത് വേറെ ആരുമല്ല,
തന്നെ വളർത്തിയ അന്നത്തെ പറപ്പൂര് വികാരി അച്ഛനെ. അപ്പോഴ് അന്നത്തെ വികാരി അച്ഛനിൽ നിന്നും കൈക്കാരനിൽ നിന്നും മനസ്സിലാക്കി തന്നെ വളർത്തിയ വികാരി അച്ഛൻ എൽത്തുരുത്ത് കൊവേന്തയില് ഒരു CMI വൈദികനായി ചേർന്നു എന്ന്. ഇന്നത്തെ പോലത്തെ ബസ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തില് കൈക്കാരന്റെ കൂടെ ഊക്കനച്ഛൻ ആ സന്ധ്യയ്ക്ക് തന്നെ എൽത്തുരുത്ത് ആശ്രമത്തിൽ ചെന്ന് ചേരുക ചെയ്യുന്നത്. എൽത്തുരുത്ത് ആശ്രമത്തിൽ ചെന്ന് മണി കൊട്ടിയ ഊക്കനച്ഛന്റെ മുൻപിൽ വാതിൽ തുറന്നപ്പോൾ ആഗമനോദ്ദേശ്യം പറഞ്ഞു, ഞാനിങ്ങനെ ജോസഫ് കുറ്റിക്കാട്ടിലച്ഛൻ പണ്ട് പറപ്പൂര് പള്ളിയിൽ വികാരിയായിരുന്ന അച്ഛനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഈ വൈദികൻ ഊക്കനച്ഛനെ കാണാനായിട്ട് വന്നു. വളരെയധികം വയസ്സായി, ഒരു വൃദ്ധനായി, താടിയൊക്കെ എന്നാ പറയുക തലയൊക്കെ നരച്ച്. അപ്പൊ ചോദിച്ചു, ആരാന്ന് ചോദിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, എന്നെ സെമിനാരിയിലേക്ക് വിട്ടത് അങ്ങാണ്, ഞാൻ ഊക്കൻ ലോനപ്പനാണ്. ജോൺ എന്നതിന്റെ മലയാളം പേരാണ് ലോനപ്പൻ. അപ്പൊ അച്ഛന് പെട്ടെന്ന് മനസ്സിലായി തൻ്റെ കുട്ടി ഇന്നൊരു വൈദികനായിട്ട് വന്നിരിക്കുകയാണെന്ന്. കുശല പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഊക്കനച്ഛനോട് പറഞ്ഞു, എന്തപ്പോ ഉദ്ദേശം വന്നിരിക്കണത്? എന്നെ കണ്ടൂലോ? അത് മാത്രല്ല അച്ഛാ, നാളെ എൻ്റെ ഇടവകയായ പറപ്പൂര് പള്ളിയിൽ എനിക്ക് ആദ്യമായിട്ടൊരു വിശുദ്ധ ബലി അർപ്പിക്കണം. അപ്പൊ എൻ്റെ കൂടെ നിൽക്കാൻ ആരും ഇല്ല, എനിക്ക് ആരും അറിയില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ വിശുദ്ധ ബലി അർപ്പിക്കാൻ അങ്ങ് ഉണ്ടാകണം, പറപ്പൂര് പള്ളിയിലെ വികാരിയച്ഛനും ഉണ്ടാകും. ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് നിറവേറപ്പെടാനുള്ളൂ എന്ന് പറഞ്ഞ ഊക്കനച്ഛനോട് അന്നത്തെ പ്രിയോരച്ഛൻ പറഞ്ഞു, ഇന്നിവിടെ താമസിച്ച് നാളെ നമുക്ക് രാവിലെ ഈ കുറ്റിക്കാട്ടിൽ അച്ഛൻ്റെ കൂടെ പറപ്പൂരക്ക് പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ കാലഘട്ടത്തിലെ റോൾസ് റോയ്സ് കാർ ഏതാണെന്നറിയാമോ? കാളവണ്ടിയായിരുന്നു. ഏറ്റവും വില പിടിച്ചതും വേഗതയേറിയതുമായ സാധാരണക്കാരന്റെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആശ്രമം വക കാളവണ്ടിയിൽ ഊക്കനച്ഛനെയും കുറ്റിക്കാട്ടിലച്ഛനെയും കൂടെ പറപ്പൂരക്ക് പറഞ്ഞു വിടുകയാണ്. നമ്മുടെയൊക്കെ നാട്ടില് ഇന്നൊരു തിരുപ്പട്ടം നടക്കുമ്പോൾ നമ്മുടെ ഇടവക എത്രമാത്രം ആഘോഷപൂർവ്വം ഒരുങ്ങും അല്ലേ? അതിനു വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുൻപേ ഒരുപാട് കമ്മിറ്റികളെയൊക്കെ എടുത്ത് നമ്മള് ആ തിരുപ്പട്ട സ്വീകരണം ഏറ്റവും മനോഹരമായിട്ട് ഒരുങ്ങും. പക്ഷേ ഊക്കനച്ഛൻ എവിടേക്കാ വരുന്നത്? പറപ്പൂർക്ക്. പറപ്പൂര് നിവാസികൾക്ക് അറിയാമോ ഇങ്ങനെ ഒരു വൈദികനുണ്ടോ എന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് ഊക്കനച്ഛൻ ഇങ്ങനെ ഈ കുറ്റിക്കാട്ടിലച്ഛനെ തേടി ചെന്നത്. പക്ഷേ ആ രാവിലെ ആ പ്രഭാതത്തില് ആശ്രമം വക കാളവണ്ടി പറപ്പൂര് ഇടവകയുടെ പള്ളിമുറ്റത്ത് എത്തിയപ്പോൾ ആ ഇടവക ജനം മുഴുവനും തങ്ങളുടെ പുതിയ അച്ഛനെ സ്വീകരിക്കാനായിട്ട് ആ പള്ളിമുറ്റത്ത് വന്നു ചേർന്ന വലിയ കാഴ്ചയാണ് ഊക്കനച്ഛൻ കാണുന്നത്. ഊക്കനച്ഛൻ അന്നേ എഴുതി വെച്ചിട്ടുള്ളതാണ്, ഞാൻ ഈ ഭൂമിയിൽ ഒരു അനാഥനല്ല, എനിക്ക് അപ്പനും അമ്മയല്ല, എനിക്ക് അപ്പന്മാരും അമ്മമാരും ഉണ്ട്, എനിക്ക് സഹോദരൻ മാത്രമല്ല സഹോദരങ്ങളുണ്ട്. ഇറങ്ങിയ ഊക്കനച്ഛന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീരാണ് വന്നത്. ആ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം കുറ്റിക്കാട്ടിൽ അച്ഛൻ ഊക്കനച്ഛന്റെ കൈ പിടിച്ച് ആശീർവദിച്ച് പറയുന്നുണ്ട്, ഇന്ന് എത്രയോ പേരാണ് നവവൈദികനായ അങ്ങയുടെ കൈകളിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ഈ കൈകൾ ഒരിക്കല് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ വണങ്ങാനായിട്ട് ഇടവരുമെന്നുള്ളൊരു വലിയ വാഴ്വ് ആ വന്യവൈദികൻ ഈ നവവൈദികന് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഊക്കനച്ഛന്റെ ആക്ടിങ് ലൈഫാണ്. പഠിച്ചിറങ്ങിയ സ്കൂളിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് സെന്റ് തോമസ് സ്കൂളിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട്. ഒരനാഥനായിട്ട് പഠിക്കാൻ പോയ സ്കൂളിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് തന്റെ ജീവിത കർത്തവ്യം തുടങ്ങുന്ന ഊക്കനച്ഛൻ പിന്നീട് കണ്ടശാങ്കടവ് വികാരിയായിട്ട് 1 വർഷം സ്ഥാനമേൽക്കുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേനാച്ചേരി പിതാവിന് മനസ്സിലായി ഈ കൊച്ചച്ഛനിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഊക്കനച്ഛനെ മേനാച്ചേരി പിതാവിന്റെ സെക്രട്ടറി അച്ഛനായിട്ട് മാറ്റുകയാണ്. നീണ്ട 6 വർഷം. 6 വർഷത്തെ സെക്രട്ടറി സ്ഥാനത്തോടൊപ്പം തന്നെ ഈ അച്ഛനിലുള്ള ഗുണഗണങ്ങൾ മനസ്സിലാക്കിയ മേനാശ്ശേരി പിതാവ് ഊക്കനച്ഛൻ പഠിച്ച മൈനർ സെമിനാരിയുടെ റെക്ടറാക്കി വീണ്ടും 6 വർഷത്തെ ജോലി കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ മേനാശ്ശേരി പിതാവിന് തോന്നുകയാണ്, തൃശ്ശൂരിന്റെ ഭരണം എൻ്റെ കൈകളിലൂടെ തന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നു, എനിക്കൊരു സഹായക മെത്രാന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഓർക്കണം, ഊക്കനച്ഛൻ മാത്രമല്ല അന്ന് തൃശ്ശൂർ രൂപതയിലുണ്ടായിരുന്ന ഒരുപാട് വൈദികരുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ കുട്ടി
അത് ദൈവം നിശ്ചയിച്ചതാണ്. അപ്പോ വത്തിക്കാനിലേക്ക് മേനാശ്ശേരി പിതാവ് ലെറ്റർ എഴുതാണ്, എനിക്കൊരു സഹായക മെത്രാനെ വേണം, വേറെ ആരുമല്ല, ഫാദർ അഗസ്റ്റിൻ ജോൺ ഊക്കനെയാണ് ഞാൻ സഹായക മെത്രാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്ന് നമുക്ക് നേരിട്ട് വത്തിക്കാനിലേക്ക് നടപടിക്രമങ്ങളൊന്നും പോകാത്തത് കൊണ്ട് ബാംഗ്ലൂർ ആസ്ഥാനായിട്ട് വത്തിക്കാന്റെ ഡെലഗേറ്റ് താമസിക്കുന്ന കാലഘട്ടമാണ്. അവിടെ നിന്നും ഡെലഗേറ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ഇവിടെ അന്വേഷിക്കാൻ വന്നു ഈ സഹായക മെത്രാനെ കാണാനായിട്ട്. ഡെലഗേറ്റ് കാത്തിരുന്നത് ഒരു 60 വയസ്സിന് മുകളിലുള്ള വൈദികനെയാണ്. കണ്ടുമുട്ടുന്നത് 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചച്ഛനെയാണ് ആരായിട്ട് സഹായക മെത്രാന്റെ പേര് തന്നിരിക്കുന്നത് കാണുന്നത്. അദ്ദേഹം എഴുതി വെച്ചു, ഇദ്ദേഹം തൃശ്ശൂർ രൂപതയുടെ ഒരു രത്നമാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ്, അതായത് ഒരു വൈദികന്റെ, ഒരു വലിയ വൈദികന്റെ അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തായാലും സഹായക മെത്രാനാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഇനിയും ഒരുപാട് കാലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് പോയി. ഉടനെ തന്നെ മേനാശ്ശേരി പിതാവ് ചെയ്തത് എന്താന്ന് വെച്ചാൽ, എൻ്റെ കൊച്ചച്ഛൻ അല്ലെങ്കിൽ എൻ്റെ സെക്രട്ടറിക്ക് എൻ്റെ സെമിനാരി റെക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ കൊടുത്ത ജോലിയാണ് തൃശ്ശൂർ ലൂർദ് കത്തീഡ്രലിന്റെ വികാരി സ്ഥാനം. ഇന്നത്തെ കാലഘട്ടത്തിൽ 60 വയസ്സിന് മുകളിലുള്ള അച്ഛന്മാരെ മാത്രമേ നമ്മള് ലൂർദ് പള്ളിയിലും പുത്തമ്പള്ളിയിലും ഒക്കെ റെക്ടർമാരായിട്ട് വെക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കുന്നത് 100 വർഷങ്ങൾക്ക് അപ്പുറമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഊക്കനച്ചൻ പിന്നീട് സ്തുത്യർഹമായ സേവനം അവിടെ കാഴ്ചവെക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കോട്ടപ്പടിയിലേക്ക് മാറ്റുന്നുണ്ട്. ആ കാലഘട്ടത്തിലൂടെ മേനാശ്ശേരി പിതാവ് മരിക്കുന്നു. പകരം ഫ്രാൻസിസ് വാഴപ്പിള്ളി പിതാവ് തൃശ്ശൂരിന്റെ മെത്രാനായിട്ട് സ്ഥാനാരോഹണം ഏറ്റെടുക്കുക ചെയ്യുന്നത്. അദ്ദേഹം വന്നത് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിന്റെ മാനേജർ എന്ന സ്ഥാനത്ത് നിന്നാണ് തൃശ്ശൂരിന്റെ പിതാവായിട്ട് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിന്റെ മാനേജർ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു. അപ്പോൾ ഫ്രാൻസിസ് വാഴപ്പിള്ളി പിതാവ് വേറെ ആരെയല്ല, ഊക്കനച്ചനെയാണ് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിന്റെ മാനേജറായിട്ട് നിയമിക്കുന്നത്. 1921 മുതൽ 25 വരെ. നമ്മളിപ്പോ ജീവിക്കുന്നത് 2024. 100 വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ് സിസ്റ്റർ പറഞ്ഞു തരണത് കേട്ടാ. അവിടെ മാനേജറായിരിക്കുമ്പോഴും ഊക്കനച്ചനൊരു ചിന്തയുണ്ട്, ഞാനിങ്ങനെ ഈ തൃശ്ശൂർ പട്ടണത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കേണ്ട ഒരു വൈദികനല്ല, ഞാൻ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, എൻ്റെ സേവന രംഗം പാവങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന്. തൃശ്ശൂര് മേനാശ്ശേരി പിതാവിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം 1-2 പ്രാവശ്യം കുന്നംകുളത്ത് വരികയും ചൊവ്വനൂർ വികാരിയായിട്ട് 3 മാസം വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഊക്കനച്ചന് മനസ്സിലായി, ഈ കിടക്കുന്ന കുന്നംകുളം പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കത്തോലിക്കരെ ഉയർത്തിക്കൊണ്ടുവരിക, പാവങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുക എന്നത് എൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കി ഊക്കനച്ചൻ എന്ത് ചെയ്തു, ഒരുപാട് തവണ പിതാവിന് ലെറ്റർ വെച്ചു, എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം വേണം, എനിക്ക് പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം, എനിക്ക് അതിനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ വാഴപ്പള്ളി പിതാവ് തുടർന്ന് അദ്ദേഹത്തെ മറ്റത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മറ്റത്തായിരിക്കുമ്പോഴും പലവട്ടം ചിറളയത്ത് വന്ന് കത്തോലിക്കരെ വളർത്താൻ വേണ്ടി, പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1928 ഊക്കനച്ചൻ ചൊവ്വന്നൂര് വികാരിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. 1928 മുതൽ 1954 വരെ ചൊവ്വനൂർ പള്ളിയുടെ വികാരി സ്ഥാനം വഹിച്ചിരുന്ന പുണ്യവൈദികനാണ് ഊക്കനച്ചൻ എന്ന് പറയുമ്പോൾ, അത്രയും നീണ്ട കാലമായിട്ടും എന്തുകൊണ്ട് ചൊവ്വനൂരുകാർ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയില്ല? തങ്ങൾക്ക് അത്രയും വില പിടിച്ച ഒരു അച്ഛനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഒരു 2 വർഷത്തോളം അദ്ദേഹം പാലിയൂര് വികാരിയായിരുന്നിട്ടുണ്ട്. ഒപ്പം 6 വർഷത്തോളം ചിറളയത്തും വികാരി സ്ഥാനം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. 1928 ഊക്കനച്ചൻ ചൊവ്വനൂര് വന്ന് 1929 അദ്ദേഹം സ്ഥാപിച്ചു ഒരു അനാഥശാല. എന്തിനായിരിക്കാം? ആരും താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ഇടവകയില് അനാഥരായിരിക്കരുത് എന്ന് കരുതിക്കൊണ്ട്. ഏകദേശം ഒരു 5 വർഷം മുൻപ് വരെ ആ അനാഥശാല ചൊവ്വന്നൂരിന്റെ മണ്ണില് ഉണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് പുതിയ ആക്ട് ഒക്കെ പ്രഖ്യാപിച്ചതോടുകൂടെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായ ബുദ്ധിമുട്ട് വന്നതോടുകൂടെയാണ് നമ്മൾ ആ അനാഥശാല നിർത്തലാക്കിയത്. ഇന്നും ആ അനാഥശാലയിൽ പഠിച്ചിറങ്ങിപ്പോയ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരിന്ന് വലിയ ഉദ്യോഗസ്ഥരാണ്. അവർ പലപ്പോഴും അവരുടെ വീട് കാണാനായിട്ട് അവിടെ വരുന്നത് എൻ്റെ അനുഭവമാണ്. കാരണം അവർ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ആ
ആ അനാഥശാലയിൽ നിന്നിട്ടാണ്. ഇപ്പൊ കാലം ഈ കർമ്മയോഗിയിലൂടെ കരുതി വെച്ച ഒരുപാട് കാര്യങ്ങള് ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ നന്മയായിട്ട് മാറിയത് നമുക്ക് കാണാൻ സാധിക്കും. ചൊവ്വനൂർ വന്നിറങ്ങിയ ഊക്കനച്ചന്റെ പിന്നീടുള്ള പ്രവർത്തനം മുഴുവനും ആ നാടിനെ ഉദ്ധരിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രവൃത്തിയും ഉപദേശങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് 2 പ്രാവശ്യം ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഊക്കനച്ചനെ അവരോധിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടാത്ത കാലഘട്ടമാണ്. കൊച്ചി മഹാരാജാവിന്റെ കീഴിലാണ് ചൊവ്വന്നൂരും പരിസര പ്രദേശങ്ങളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ രാജാവിനെ എല്ലാ ദിവസവും വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രതിനിധികൾ വഴി ഒരു അഭിപ്രായ സർവേ നടത്തിയിട്ടാണ് ആ നാടിനെ ഭരിക്കാനുള്ള ആളുകളെ കണ്ടെത്തിയിരുന്നത്. കേവലം നാമമാത്രമായ കത്തോലിക്കരുള്ള ചൊവ്വന്നൂരിലെ ആബാലവൃദ്ധം ജനങ്ങളും 2 പ്രാവശ്യം എഴുതി കൊടുത്തത് ഊക്കനച്ചന്റെ പേര് തന്നെയാണെന്ന് പറയുമ്പോൾ ഈ കൊച്ചു കുഞ്ഞായിരുന്ന കാലഘട്ടം മുതൽ ദൈവം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഊക്കനച്ചനെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ആ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ചൊവ്വന്നൂർ പള്ളിയുടെ മുൻപിൽ കൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഊക്കനച്ചന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണെന്നാ പറയുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഊക്കനച്ചൻ ആ നാടിന്റെ ഹൃദയമിടിപ്പ് അറിഞ്ഞ് പ്രവർത്തിച്ചു. ഈ കുന്നംകുളത്തിന്റെ അവസാനത്തെ ശബ്ദം ഊക്കനച്ചനായിരുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം സ്വാധീനം അദ്ദേഹത്തില് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ഹിന്ദുക്കളും മറ്റു പല മതസ്ഥരും ഒരുമിച്ച് വാഴുന്ന കുന്നംകുളത്തിന്റെ ശില്പിയാണ് ഊക്കനച്ചൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ആ നാട്ടുകാര് ഊക്കനച്ചനൊരു പേര് കൊടുത്തു, അച്ഛൻ തമ്പുരാൻ. അച്ഛൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ തമ്പുരാനടുത്ത പ്രവർത്തനങ്ങളും ഒരു പുരോഹിതനടുത്ത ആത്മീയ രീതികളും ഒരുപോലെ പ്രവർത്തിച്ച് ഒരുപോലെ ജീവിച്ച വ്യക്തിയായതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ അച്ഛൻ തമ്പുരാൻ പറഞ്ഞതാണെങ്കിൽ അവിടെ പോലീസുകാരും ഇല്ല, വേറെ ആരുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ ജീവിത സായാഹ്നമായപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിക്ക് 1944 ചൊവ്വന്നൂർ തന്നെ ഒരു മഠത്തില് 3 അമ്മമാർക്ക് വസ്ത്രം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാനായിട്ട് ഇടവന്നത്. ഇന്ന് അദ്ദേഹം അന്ന് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ സഹോദരിമാര് സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊക്കനച്ചൻ പാവങ്ങളുടെ കൂടെ ജീവിച്ചവനാ, പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാ. അതുകൊണ്ട് ഊക്കനച്ചന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സ് വലിയ കോളേജോ വലിയ ഹോസ്പിറ്റലുകളോ ഒന്നും ബ്രഹ്മാണ്ഡമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പകരം പാവങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്നും ഞങ്ങൾക്ക് ആകെ കൂടെ ചൊവ്വന്നൂർ ഹൈസ്കൂൾ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ LP സ്കൂളുകളാണ്. കാരണം ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചത് പാവങ്ങളുടെ കൂടെ ആയിരിക്കണം, പാവങ്ങളുടെ കൂടെ ജീവിക്കണം, പാവങ്ങളിൽ ഒരുവനായിട്ട് ആയിരിക്കണം. നമുക്ക് ചുറ്റും നാം അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കരുത് എന്നാ പറയുന്നത്. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തില് അയൽപ്പക്കക്കാരാരാന്ന് പോലും നമുക്ക് അറിയുന്നില്ല. നമ്മളൊക്കെ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് വളരെയാണല്ലേ. നമ്മുടെ ഗ്രാമങ്ങളിൽ മാത്രമാണ് കുറച്ചും കൂടെയുള്ള അനുഭവങ്ങള്, അപ്പുറത്തെ വീട്ടിൽ ആരാ താമസിക്കണേ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ എന്താ നടന്നേന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തൃശ്ശൂർ പട്ടണത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചു നോക്കിയേ. പണ്ടത്തെ തൃശ്ശൂരാണോ ഇന്ന്? അല്ല, മുട്ടിനെ വലിയ ഫ്ലാറ്റുകളാ. എന്നാല് അടുത്തടുത്താണ് താമസിക്കുന്നത്. പക്ഷെ അപ്പുറത്തെ വാതിലിനപ്പുറത്ത് ആരാ താമസിക്കണേന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മുൻപില് ഒരുപാട് പ്രതിസന്ധികൾ, വിഷമങ്ങൾ, വേദനകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഓരോരുത്തരുടെ ജീവിതം നമുക്ക് തരുന്ന ചില വലിയ മാതൃകകളുണ്ട്. നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയാലും അവസാനം ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ നമ്മളെയൊക്കെ ദൈവം ഉയർത്തും. അതുകൊണ്ടല്ലേ കത്തോലിക്ക തിരുസഭയിൽ ഒരാൾ വിശുദ്ധനാവണമെങ്കിൽ 4 പ്രക്രിയകളിലൂടെ കടന്നു പോകണം. ദൈവദാസൻ, ധന്യൻ, വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധൻ. അതുകൊണ്ടാണ് 1880 ജനിച്ച് 1956 ഒക്ടോബറിൽ മരിച്ച് 2018 ഡിസംബർ 21 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കൊച്ചു അച്ഛനെ ആരാക്കി മാറ്റി?
കത്തോലിക്ക സഭയിലെ ഒരു ധന്യനായിട്ട് ഉയർത്തിയിരിക്കുക. ഇദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി മനസ്സിലാക്കിയിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ സമീപിച്ചവർക്ക് ഒന്നും നിഷേധിക്കാത്ത ഈ പിതാവിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകളാണ് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വനൂരിടവകാർക്ക് കൃത്യമായിട്ടറിയാം, എല്ലാ വർഷവും ഒക്ടോബർ 13 അവിടെ നടക്കുന്ന വലിയ ആഘോഷം എന്താന്ന്. അതിനുവേണ്ടി 13 ദിവസം അവര് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല നാടുകളിൽ നിന്നും ജനങ്ങള് ആ കബറിടം തേടി വരികയും അനുഗ്രഹങ്ങള് സ്വീകരിക്കുകയും ചെയ്യുന്ന വലിയ കാഴ്ച നമുക്ക് മുൻപിലുണ്ട്. ഒരുപാട് പേർക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നുണ്ട്. പല രോഗങ്ങള് സൗഖ്യപ്പെടുന്നുണ്ട്. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാനിത് വന്ന് പറയാനുള്ളൊരു കാര്യം, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഒരുപാട് വിശുദ്ധരുണ്ടല്ലേ കത്തോലിക്ക സഭയില്. നമുക്ക് എന്താ പറയാ, ഫ്രാൻസിസ് അസീസി ഉണ്ട്, ക്ലാര പുണ്യവതി ഉണ്ട്, അങ്ങനെ. അപ്പൊ അവരൊക്കെ എവിടെന്നാ വരുന്നേ? ഇന്ത്യക്ക് പുറത്തല്ലേ. അപ്പൊ നമ്മളുടെ നാട്ടിലും ഒരുപാട് വിശുദ്ധരുണ്ടാകണ്ടേ? നമ്മുടെ നാട്ടില് 1986 നമ്മുടെ അൽഫോൻസ് അമ്മേനെയും ചാവറ പിതാവിനെയും ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരാക്കി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലും വിശുദ്ധരൊക്കെ ഉണ്ടാകാമെന്ന്. എന്നിട്ടും അവർ കാത്തിരുന്ന 2008 വരെ കാത്തിരിക്കേണ്ട വന്നു നമുക്ക് അൽഫോൻസ് അമ്മ ഒരു വിശുദ്ധയായിട്ട് റോമില് പ്രഖ്യാപനം നടക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ സിസ്റ്റർ ഇത്രയ്ക്കും പറഞ്ഞല്ലേ, എന്തേ ഊക്കനച്ചൻ ഇന്നേ വരൊരു വിശുദ്ധനായിട്ട് മാറാത്തതെന്ന്. ഇതെല്ലാം സമയത്തിന്റെ പൂർണ്ണതയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ പോലെ നമ്മുടെ നാട്ടില് നമ്മുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഊക്കനച്ചൻ. ഈ ഊക്കനച്ചനോട് പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനുള്ള കാര്യം എന്താ? അദ്ദേഹം നമ്മെ പോലെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ചവനാ. അതുപോലെയുള്ള അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ, എനിക്ക് ആരുമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്ക് അപ്പനില്ലേ, അമ്മയില്ല, സഹോദരങ്ങളില്ല, എല്ലാവരും എന്നെ വെറുത്ത് ഉപേക്ഷിച്ച് ഞാൻ ഒരു അനാഥനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ അച്ഛൻ്റെ മാധ്യസ്ഥം തേടിയൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. തീർച്ചയായിട്ടും ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൊവ്വനൂർക്ക് വരാം. ചൊവ്വനൂര് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 4 മണി വരെ നിത്യാരാധന കേന്ദ്രം തുറന്നാണ് കിടക്കുന്നത്. വന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പലരും നമ്മുടെ പാവർട്ടിയിലേക്കും പിന്നെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്കൊക്കെയാണ് ആരാധനയ്ക്കായിട്ട് പോകുന്നത്, അവർക്ക് അറിയാത്തത് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. അതുപോലെ തന്നെ എല്ലാ മാസം 2ാം ശനിയാഴ്ച ആചരണം എന്ന് പറഞ്ഞ ചൊവ്വനൂര് പള്ളിയിൽ പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് വിശുദ്ധ ജപമാലയും തുടർന്ന് വിശുദ്ധ കുർബാനയും ആരാധനയും തുടർന്ന് നേർച്ച ഭക്ഷണവും ഉണ്ട്. അന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 2ാം ശനിയാഴ്ചയാണ്, ജോലിയൊന്നും ഇല്ല, നമുക്കെന്നാ ഒന്ന് ചൊവ്വനൂര് വരെ പോകാം. നിങ്ങൾ വന്ന് കാണണം. ഈശോയെ അനുഗമിക്കാനായിട്ട് ചെന്ന ശിഷ്യരോട് ഈശോ എന്താ പറഞ്ഞേ? വന്ന് കാണുവിൻ. വന്ന് കണ്ട് അനുഭവിച്ചാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ചൊവ്വനൂർക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെയൊക്കെ കൂടെ ജീവിക്കുന്നവര് ഒരുപാട് വിശുദ്ധര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇനി നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ നിന്നും ധാരാളം വിശുദ്ധരുണ്ടാകും. ആ വിശുദ്ധരെ യൂറോപ്പിലുള്ളവര് വണങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അല്ലേ? അങ്ങനെ വേണ്ട, നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാ. അച്ഛന്മാരും സിസ്റ്റേഴ്സും മാത്രമല്ല വിശുദ്ധരായിട്ടുള്ളത്, ഒരുപാട് അൽമായര് വിശുദ്ധരാക്കപ്പെടുന്ന കാലഘട്ടത്തിലും കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം തീക്ഷ്ണതയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് എവിടെ വന്നിരിക്കുന്നത്? കർത്താവിന്റെ ഈ ആലയത്തില് അവിടുത്തെ വചനം കേട്ട് അവിടുത്തെ വിശുദ്ധി മനസ്സിലാക്കി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. ഇതൊക്കെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു വലിയ ദൈവം നമ്മുടെ കൂടെയുള്ള ഒരു ബോധ്യത്തില് നമുക്ക് വളരാൻ സാധിക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഊക്കനച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മീയതയെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അതിന് നമുക്ക് ഇത്രയും അനുവദനീയമായ സമയം പോരാ.
അതിന് ചൊവ്വന്നൂര് വരിക, കാണുക. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും വച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് എടുക്കാം, പ്രാർത്ഥിക്കാം, അറിയാം. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിലുള്ള നമ്പറിൽ വിളിക്കാം. അതോടുകൂടെ തന്നെ ചൊവ്വന്നൂർക്ക് വരാം, നേരിട്ട് കാണാം. അദ്ദേഹം ജീവിച്ച വീടും അദ്ദേഹം അവസാനമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച ആലയവും അദ്ദേഹം കിടന്നു മരിച്ച സ്ഥലവും ഒക്കെ സന്ദർശിക്കാം. ഒപ്പം ഇന്ന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ചൊവ്വന്നൂർ ഇടവക പള്ളിയിലെ ഖബറിടവും സന്ദർശിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് നല്ലവരായി വീണ്ടും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പൊ അതിനുള്ള ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ, ഈ ഉച്ചമയക്കത്തിന്റെ നേരത്ത് ഈ കണ്ണും കാതും കൂർപ്പിച്ച് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടാ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അത്രമാത്രം നിങ്ങൾ ഉത്സുകരായി കേട്ടിരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയില് ഊക്കനച്ഛനൊരു വിശുദ്ധനാകണേ എന്ന് പ്രാർത്ഥിക്കുക. അതിനാവശ്യമായ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവരെയും ചൊവ്വന്നൂർക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.